യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആരാധനയുടെ ആത്മാവിൽ സത്യം നിറഞ്ഞു നിൽക്കണം. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തെ സംബന്ധിക്കുന്ന തർക്കവിതർക്കങ്ങൾ ചർച്ച ചെയ്യുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദശകങ്ങളായി സീറോ മലബാർ സഭയുടെ ആശങ്കകളിൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രതിസന്ധിയാണ് സഭയുടെ ആരാധനാക്രമം. ചർച്ചകളിലും തീരുമാനങ്ങളിലും പരിഹരിക്കപ്പെടാതെ കാലത്തെ അതിജീവിച്ച് അത് നിലനിൽക്കുകയാണ്. ഈ നാളുകളിൽ വീണ്ടും ഈ വിഷയം ചർച്ചകൾക്ക് കാരണമായി തീരുമ്പോൾ അത്തരം ആശയക്കുഴപ്പങ്ങൾക്ക് പിന്നിലെ ചരിത്രത്തെയും അതിനുവേണ്ടി പക്ഷം ചേരുന്നവരുടെ വാദങ്ങളെയും സഭാതലത്തിൽ നടക്കുന്ന ഐക്യത്തിനായുള്ള ശ്രമങ്ങളെയുമാണ് സത്യാന്വേഷി ഈ ലക്കം വിശകലനം ചെയ്യുന്നത്. തോമായുടെ നിയമമനുസരിച്ച് സഭാധിഷ്ഠിത ജീവിതം നയിച്ചവരായിരുന്നു കേരളത്തിലെ മാർത്തോമാ നസ്രാണികൾ. കൽദായ സഭയിൽ നിന്ന് വന്നിരുന്ന മെത്രാന്മാരും മാർത്തോമാ നസ്രാണി സഭയിൽപ്പെട്ട ആർച്ച് ഡീക്കന്മാരും ചേർന്നാണ് സഭാഭരണം നടത്തിയിരുന്നത്. ഭാരതസഭയുടെ തലവൻ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യ മുഴുവൻ്റെയും മെത്രാപ്പോലിത്തായും കവാടവും എന്നാണ്. ഭാരതം മുഴുവനിലും അധികാരമുണ്ടായിരുന്ന ഈ മെത്രാപ്പോലിത്തായുടെ പരമാധികാരത്തെ കുറിക്കുന്ന പദമാണ് കവാടം എന്നത്. സഭാംഗങ്ങളുടെ സാമൂഹികവും മതപരവുമായ നേതൃത്വം കൈയാളിയിരുന്ന ആർച്ച് ഡീക്കൻ അവിവാഹിതനായിരുന്ന ഒരു പുരോഹിതനായിരുന്നു. ജാതിക്ക് കർത്തവ്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നതും. ഇടവക ഭരണം നടത്തിയിരുന്നത് പള്ളിയോഗമാണ്. കുടുംബത്തലവന്മാരും തദ്ദേശീയ വൈദികരും ഉൾപ്പെട്ടിരുന്ന പള്ളിയോഗം ഇടവകയുടെ ആത്മീയ ഭൗതിക മേൽനോട്ടമാണ് വഹിച്ചിരുന്നത്. 1498 മെയ് 21 കോഴിക്കോട് കാപ്പാട് പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ കപ്പലിറങ്ങുന്നതോടെയാണ് നസ്രാണി സഭയുടെ ചരിത്രത്തിന് വഴിത്തിരിവുകളുണ്ടാകുന്നത്. ഇന്ത്യ കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തിൽ ഗാമ തിരികെ പോയി എങ്കിലും ഗാമ വന്ന വഴിയെ 1500 ഓഗസ്റ്റ് 30 കബ്രാൾ എന്ന നാവികനും കൂടെ 8 ഫ്രാൻസിസ്കൻ വൈദികരും കേരളത്തിലെത്തി. പിന്നീട് വീണ്ടും 1502 ഒക്ടോബർ 18 കേരളത്തിലെത്തിയ ഗാമയുമായി മുഹമ്മദീയരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ നസ്രാണികൾ സന്ധി ചെയ്യുകയാണുണ്ടായത്. അന്നുവരെ ബാഹ്യലോകവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന നസ്രാണികൾ ആദ്യമായി പ്രബലമായ ഒരു ക്രൈസ്തവ രാജ്യമുണ്ട് എന്നറിഞ്ഞ് സന്തോഷിക്കുകയും അങ്ങനെ പോർച്ചുഗീസുകാരുമായി ചങ്ങാത്തത്തിലാവുകയും ചെയ്തു. അന്നത്തെ മാർപ്പാപ്പായുമായി ഉണ്ടാക്കിയ ഒരു കരാറിൻ്റെ ഫലമായിട്ടാണ് അവർ ഇവിടെ വരാനിടയായത്. അന്നത്തെ മാർപ്പാപ്പ റോമിൻ്റെ കിഴക്കു ഭാഗവും പടിഞ്ഞാറു ഭാഗവുമായി ലോകത്തെ രണ്ടായി വിഭജിച്ചു. അമേരിക്കയും ലാറ്റിൻ അമേരിക്കയും ഒക്കെ ഉൾപ്പെടുന്ന പടിഞ്ഞാറ് ഭാഗങ്ങൾ സ്പെയിൻ രാജാവിനും ഇന്ത്യ തുടങ്ങി കിഴക്കു ഭാഗത്തുള്ള രാജ്യങ്ങൾ പോർച്ചുഗീസ് രാജാവിനും ഏൽപ്പിച്ചു കൊടുത്തു. ഈ എഗ്രിമെൻ്റ് അറിയപ്പെട്ടിരുന്നത് പദ്രുവാദോ എന്നാണ്. പദ്രുവാദോ അധികാരപ്രകാരം ഇവർ പോകുന്ന രാജ്യങ്ങളിൽ മിഷൻ പ്രവർത്തനം നടത്തി അവിടെ ക്രിസ്തീയ വിശ്വാസം സ്ഥാപിച്ച് അവർക്ക് മെത്രാന്മാരെ നൽകിയാൽ മാത്രമാണ് കച്ചവടത്തിനുള്ള അവകാശം അതാത് രാജ്യങ്ങളിൽ അവർക്ക് ലഭിക്കുക. ഈ എഗ്രിമെൻ്റ് നിലനിൽക്കെയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് മിഷണറി പ്രവർത്തനത്തെക്കാളേറെ കച്ചവട താൽപ്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കടന്നു വന്നത്. എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വിഭിന്നമായി ഇവിടെ ഒരു പ്രബല ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹവുമായി അവർ സഹകരിച്ചു പോയി എങ്കിലും നേരത്തെ സൂചിപ്പിച്ച പദ്രുവാദോ എഗ്രിമെൻ്റ് പ്രകാരം ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹത്തെ തങ്ങളുടെ മിഷണറി പ്രവർത്തനത്തിലൂടെ സൃഷ്ടിച്ചെടുത്തതാണ് എന്ന് വരുത്തിയാൽ മാത്രമേ പോർച്ചുഗീസുകാർക്ക്
ഇവിടെ ഈ നാട്ടിൽ കച്ചവടത്തിൻ്റെ കുത്തക കിട്ടുമായിരുന്നുള്ളൂ. മാത്രവുമല്ല, തങ്ങൾ പിന്തുടർന്നു വന്നിരുന്ന സഭാ പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നസ്രാണികളുടെ ജീവിതശൈലിയോട് പോർച്ചുഗീസ് മിഷണറിമാർക്ക് അത്ര മതിപ്പുണ്ടായിരുന്നില്ല. ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹങ്ങളെ പാഷണ്ഡതകൾ പിന്തുടരുന്നവരായിട്ടാണ് അവർ കരുതിയത്. യഥാർത്ഥ ക്രൈസ്തവരാകണമെങ്കിൽ അവർ ലത്തീൻ ശൈലി പിന്തുടരുന്ന കത്തോലിക്കരായിരിക്കണമെന്ന് പോർച്ചുഗീസുകാർ വിശ്വസിച്ചിരുന്നു. എന്നാൽ രണ്ടാം തരം ക്രിസ്ത്യാനികളായി തങ്ങളെ പോർച്ചുഗീസുകാർ പരിഗണിക്കുന്നതിനെ നസ്രാണികളും അംഗീകരിച്ചില്ല. തങ്ങൾ തോമായുടെ നിയമവും പാശ്ചാത്യർ പത്രോസിൻ്റെ നിയമവും അനുസരിക്കുന്നവരാണ് എന്നും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും സഹോദരങ്ങളായിരിക്കുമ്പോഴും ആചാരങ്ങളുടെയും ആരാധനാക്രമത്തിൻ്റെയും കാര്യത്തിൽ വ്യത്യസ്തതകൾ അനുവദിക്കപ്പെടേണ്ടതുണ്ട് എന്നും അവർ വാദിച്ചു. തോമായുടെ നിയമത്തെ തകിടം മറിച്ചുകൊണ്ട് ലത്തീൻ രീതികൾ അടിച്ചേൽപ്പിക്കാൻ പാശ്ചാത്യർ ശ്രമം നടത്തിയപ്പോഴെല്ലാം നസ്രാണികൾ ശക്തമായി അതിനെ ചെറുത്തുനിന്നിരുന്നു. നസ്രാണികൾ ഭയപ്പെട്ടതുപോലെ തന്നെ മാർത്തോമ നസ്രാണി സഭ സാവധാനം ലത്തീൻ മിഷണറിമാരുടെ ഭരണത്തിൻ്റെ കീഴിലായി. ഗോവ മെത്രാപ്പോലിത്തയായിരുന്ന അലക്സിസ് ഡോം മെനേസിസ് 1599 ജൂൺ 20 ഉദയംപേരൂരിൽ വിളിച്ചുകൂട്ടിയ സൂനഹദോസിലൂടെ തികച്ചും ഭാരതീയവും പൗരസ്ത്യവുമായിരുന്ന മാർത്തോമ നസ്രാണി സഭയെ പാശ്ചാത്യ രീതികളോട് താതാത്മ്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. ഈ സൂനഹദോസിലൂടെ പല തീരുമാനങ്ങളും മാർത്തോമ നസ്രാണി സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. നാട്ടിൽ നിലനിന്നിരുന്ന ചില അനാചാരങ്ങളുടെ വേരറുക്കാൻ സൂനഹദോസ് സഹായകമായി. നസ്രാണി സഭയെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒന്നായിരുന്നു ഉദയംപേരൂർ സൂനഹദോസ്. 1653 ജനുവരി 3 നടന്ന കൂനൻകുരിശ് സത്യത്തെ ഉദയംപേരൂർ സൂനഹദോസിൻ്റെ അനന്തരഫലം എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. 15ഓളം നൂറ്റാണ്ടുകൾ ഐക്യത്തിലും സ്നേഹത്തിലും കഴിഞ്ഞിരുന്ന സുറിയാനി കത്തോലിക്കരുടെ ഇടയിൽ അകൽച്ചകൾ സൃഷ്ടിക്കാനും പുത്തൻ കൂറെന്നും പഴയ കൂറെന്നും വേർതിരിച്ച് നിർത്താനും തുടർന്നു വന്ന പല വിഭജനങ്ങൾക്കും ഉദയംപേരൂർ സൂനഹദോസ് കാരണമായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. പൗരസ്ത്യ സുറിയാനി പാത്രിയാർക്കീസിന് ഭാരതസഭയിൽ അധികാരം നഷ്ടപ്പെട്ടു. കൽദായ സഭയുമായുള്ള ബന്ധം പാടെ ഇല്ലാതായി. മാർപ്പാപ്പ നിശ്ചയിക്കുന്ന മെത്രാന്മാർ നസ്രാണികളെ ഭരിക്കാൻ ആരംഭിച്ചു. അങ്കമാലി മെത്രാപ്പോലിത്തായ്ക്ക് ആകമാന ഇന്ത്യയുടെ മേലുണ്ടായിരുന്ന അധികാരം ഇല്ലാതാവുകയും ഗോവ അതിരൂപതയുടെ സാമന്ത രൂപതയായി അങ്കമാലിയെ തരം താഴ്ത്തുകയും ചെയ്തു. ആർച്ച് ഡീക്കൻ പദവിക്കുണ്ടായിരുന്ന ഔന്നത്യവും അന്തസ്സും ഉദയംപേരൂർ സൂനഹദോസിലൂടെ ഇല്ലാതായി. ഇടവക വിഭജന രീതി ലത്തീൻ ക്രമത്തോട് അനുരൂപപ്പെടുത്തി. വികാരിമാരെ മെത്രാൻ നിയമിക്കുന്ന പതിവ് നിലവിൽ വന്നു. പള്ളിയോഗങ്ങളുടെ സ്ഥാനം അതോടെ നഷ്ടപ്പെട്ടു. ഉദയംപേരൂർ സൂനഹദോസിന് ശേഷം ദേവാലയങ്ങൾ പോർച്ചുഗീസ് മാതൃകയിലാണ് പണിയാൻ ആരംഭിച്ചത്. വിശുദ്ധരുടെ പ്രതിമകൾ പള്ളികളിൽ സ്ഥാപിക്കാൻ ആരംഭിച്ചു. വൈദികർക്ക് ബ്രഹ്മചര്യം നിർബന്ധിതമാക്കി. രഹസ്യ കുമ്പസാരത്തിൻ്റെ രീതി ആരംഭിച്ചു. നസ്രാണികൾക്കിടയിലുണ്ടായിരുന്ന ഹൈന്ദവമായ ആചാരാനുഷ്ഠാനങ്ങൾ വിലക്കി. അതേസമയം നസ്രാണി ദേവാലയങ്ങളിൽ സ്ലീവായ്ക്കും വേദപുസ്തകത്തിനും ഉണ്ടായിരുന്ന പ്രാധാന്യം കുറഞ്ഞു. പൗരസ്ത്യ സുറിയാനി വിശുദ്ധരുടെ തിരുനാളുകളുടെ എണ്ണം ചുരുങ്ങി. നോമ്പിൻ്റെ എണ്ണം വെട്ടിച്ചുരുക്കി. കൂദാശകളുടെ അനുഷ്ഠാനക്രമം ലത്തീൻ റീത്തിലേതുപോലെയാക്കി. ലത്തീൻ റീത്തിലുള്ള തിരുവസ്ത്രങ്ങൾ ദേവാലയങ്ങളിൽ ഉപയോഗിക്കാൻ ആരംഭിച്ചു. ഭദ്രമായി പള്ളികളുടെ അറപ്പുരകളിൽ സൂക്ഷിച്ചിരുന്നവയും പഴയ പാരമ്പര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നവയുമായ താളിയോല ഗ്രന്ഥങ്ങൾ മുഴുവനും തീയിട്ട് നശിപ്പിക്കുകയോ തിരുത്തുകയോ ചെയ്തു. പുരാതന ഗ്രന്ഥങ്ങൾ പലതും ഇപ്രകാരം നശിപ്പിക്കപ്പെട്ടത് അക്കാദമിക ലോകത്തിനും ചരിത്രത്തിനും വലിയ നഷ്ടമാണ് സമ്മാനിച്ചത്. ഏതാണ്ട് 300 വർഷക്കാലം നീണ്ട ലത്തീൻ ഭരണത്തിൽ നിന്ന് വിടുതൽ നൽകി 1887 മെയ് 20 ലയോ 13 മാർപ്പാപ്പയുടെ ക്വോദ് യാംബ്രിതം എന്ന തിരുവെഴുത്തു വഴി മാർത്തോമ നസ്രാണികൾക്ക് വേണ്ടി കോട്ടയം, തൃശ്ശൂർ വികാരിയത്തുകൾ സ്ഥാപിക്കപ്പെട്ടു. എങ്കിലും വികാരിയത്തുകൾ ഭരിച്ചിരുന്നത് ലത്തീൻ മെത്രാന്മാർ തന്നെയായിരുന്നു.
പ്രത്യേക അഭ്യർത്ഥന പ്രകാരം വികാരി ജനറൽമാരായി സുറിയാനിക്കാരെ നിയമിച്ചു. നാട്ടുമെത്രാന്മാരെ തന്നെ ലഭിക്കാനുള്ള പരിശ്രമങ്ങൾ വീണ്ടും തുടർന്നതിൻ്റെ ഫലമായി 1896 ലയോ 13 മാർപ്പാപ്പ ചങ്ങനാശ്ശേരി, എറണാകുളം, തൃശൂർ എന്നീ 3 വികാരിയാത്തുകളായി സഭാഭരണ സംവിധാനം പുനഃക്രമീകരിക്കുകയും അവിടങ്ങളിൽ നാട്ടുമെത്രാന്മാരെ തന്നെ നിയമിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് 3 വികാരിയത്തുകൾ നൽകിയത് എന്ന ചോദ്യം പ്രസക്തമാണ്. അക്കാലത്ത് ഇവിടെയുണ്ടായിരുന്ന അപ്പസ്തോലിക് ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് ലെഡിസ്ലാവസ് സലേസ്കിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രത്യേകം അതിർത്തികളില്ലാതിരുന്ന 2 വികാരിയത്തുകൾക്ക് ഇന്ത്യ മുഴുവൻ സ്വാഭാവികമായി ഉണ്ടായിരുന്ന അധികാരത്തെ പരിമിതപ്പെടുത്താൻ വേണ്ടിയാണ് അവയെ 3 ആക്കി മാറ്റിയതും ഓരോന്നിൻ്റെയും അതിർത്തികൾ പുനർനിശ്ചയിച്ചതും. 3 വികാരിയത്തുകളും അവയ്ക്ക് നാട്ടുമെത്രാന്മാരും ലഭിച്ചതോടെ വെട്ടിച്ചുരുക്കപ്പെട്ട അധികാര പരിധിയെക്കുറിച്ച് ആർക്കും ആകുലതയുണ്ടായില്ല. തുടർന്ന് 1911 തെക്കുംഭാഗം സമുദായത്തിനു വേണ്ടി കോട്ടയം വികാരിയത്ത് രൂപം കൊണ്ടു. പിന്നീട് 1923 ഡിസംബർ 21 11 പിയൂസ് മാർപ്പാപ്പ ഹ്യൂമാനി പൊന്തിഫിച്ചസ് എന്ന തിരുവെഴുത്തിലൂടെ സീറോ മലബാർ ഹയരാർക്കി സ്ഥാപിച്ചു. എറണാകുളം അതിരൂപതയായും ചങ്ങനാശ്ശേരി, തൃശൂർ, കോട്ടയം എന്നിവ സാമന്ത രൂപതകളായും പ്രഖ്യാപിക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് വളർച്ചയുടെ നാളുകളായിരുന്നു. 1950 പാലാ രൂപത, 1953 തലശ്ശേരി രൂപത എന്നിവ സ്ഥാപിക്കപ്പെട്ടു. 4 ഡിക്രികളിലൂടെ 1955 ഏപ്രിൽ 29 12 പിയൂസ് മാർപ്പാപ്പ മറ്റ് ധാരാളം പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി സീറോ മലബാർ സഭയുടെ അതിർത്തികൾ വിസ്തൃതമാക്കി. 1992 ഡിസംബർ 16 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ സീറോ മലബാർ സഭയെ മേജർ ആർച്ച് ബിഷപ്പ് തലവനായുള്ള മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി പ്രഖ്യാപിച്ചത്. മാർത്തോമ നസ്രാണി സഭയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായിരുന്നു അത്. മേജർ ആർച്ച് ബിഷപ്പ് തലവനായുള്ള സ്വതന്ത്ര സഭയായി മാറിയ സീറോ മലബാർ സഭ കേരളത്തിന് പുറത്തേക്കും ഇന്ത്യ മുഴുവനിലേക്കും വിദേശങ്ങളിലേക്കും വളർന്നു വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. സീറോ മലബാർ സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ആരാധനാക്രമങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ 2ാം വത്തിക്കാൻ സുനഹദോസിന് വളരെ മുൻപ് തന്നെ തുടങ്ങുകയും കുർബാനക്രമത്തിൻ്റെ കാര്യത്തിൽ പുനരുദ്ധാരണം 1957 തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം നടന്ന 2ാം വത്തിക്കാൻ സുനഹദോസിൻ്റെ ആഹ്വാനത്തെ തുടർന്ന് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിൻ്റെ പുനരുദ്ധാരണവും പരിഷ്കരണവും അനുരൂപണവും നടപ്പാക്കാൻ ആരംഭിച്ചപ്പോൾ അവയുടെ മുൻഗണനാക്രമത്തെപ്പറ്റിയും അർത്ഥതലങ്ങളെപ്പറ്റിയും അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തു. പൗരസ്ത്യ സുറിയാനി സഭയുമായി ബന്ധത്തിൽ കഴിഞ്ഞിരുന്ന കാലത്തെ ക്രമങ്ങളിലേക്ക് തിരികെ പോവുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്നും അതിനുശേഷം മാത്രമേ പരിഷ്കരണവും അനുരൂപണവും സാധ്യമാവുകയുള്ളൂ എന്ന നിലപാടാണ് സഭയിൽ ഒരു വിഭാഗം സ്വീകരിച്ചത്. അങ്ങനെ വരുമ്പോൾ പാശ്ചാത്യ സഭയിൽ നിന്ന് ലഭിച്ച എല്ലാ ഘടകങ്ങളെയും പൂർണ്ണമായും നീക്കം ചെയ്യേണ്ടിയിരുന്നു. എന്നാൽ പൗരസ്ത്യ സുറിയാനി സഭയുമായി സീറോ മലബാർ സഭ ഏതാണ്ട് 4ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ മാത്രമാണ് ബന്ധത്തിൽ വന്നത് എന്നും അതിനാൽ അതിനു മുൻപ് ഇവിടെ നിലനിന്നിരുന്ന ആരാധനക്രമമാണ് പുനരുദ്ധരിക്കേണ്ടത് എന്നും മറുവിഭാഗം വാദിച്ചു. മാത്രമല്ല 1599 മുതൽ 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ പാശ്ചാത്യ സഭയിൽ നിന്നും മറ്റ് സഭകളിൽ നിന്നും സ്വീകരിച്ചവ സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി തീർന്നു എന്നും അവയിൽ പലതും ഈ സഭയുടെ ഉത്കർഷത്തിന് കാരണമായിട്ടുണ്ടെന്നും അതിനാൽ അവ നീക്കം ചെയ്യുന്നത് പ്രായോഗികമോ യുക്തിസഹമോ അല്ലെന്നുമുള്ള കാരണവും ഉന്നയിക്കപ്പെട്ടു. കാലികമായി കത്തോലിക്കാ സഭയുടെ പാരമ്പര്യങ്ങൾ പുനരുദ്ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത 2ാം വത്തിക്കാൻ സുനഹദോസ് അതിൻ്റെ രേഖകളിൽ ഊന്നിപ്പറയുകയുണ്ടായി. പാരമ്പര്യം എന്നതിൽ ഓരോ സഭയുടെയും ഡിസിപ്ലിനും തിയോളജിയും സ്പിരിച്വാലിറ്റിയും ലിറ്റർജിയും അടങ്ങിയിട്ടുണ്ട്. ഈ പ്രക്രിയയിൽ
പുനരുദ്ധാരണം, പരിഷ്കരണം, അനുരൂപണം എന്നിങ്ങനെ 3 കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നാൽ സീറോ മലബാർ സഭയുടെ ചർച്ചകൾ ആരാധനാക്രമത്തിലേക്ക് മാത്രം ശ്രദ്ധയൂന്നി എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ കാരണമായി പറയാവുന്നത്. ആരാധനാക്രമത്തെപ്പറ്റി സൂനഹദോസ് പ്രസിദ്ധീകരിച്ച പ്രമാണരേഖയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ആരാധനാക്രമം മഹത്വപൂർണമായ ലാളിത്യത്താൽ പ്രശോഭിക്കണം, മിതഭാഷണം വഴി വ്യക്തമായിരിക്കണം, നിഷ്പ്രയോജനമായ ആവർത്തനങ്ങൾ ഒഴിവാക്കണം, വിശ്വാസികളുടെ ഗ്രഹണശക്തിക്ക് അനുരൂപപ്പെടുത്തിയവയായിരിക്കണം. അവ പൊതുവെ ഏറെ വിശദീകരണങ്ങൾ ആവശ്യമുള്ളതാകരുത്. നിർഭാഗ്യവശാൽ കുർബാനക്രമത്തിൻ്റെ പരിഷ്കരണത്തെ സംബന്ധിച്ച് സീറോ മലബാർ സഭയിൽ ഇതുവരെ ഏക അഭിപ്രായത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് കൂദാശക്രമങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. അതിൻ്റെ കാരണം 2-ാം വത്തിക്കാൻ സുനഹദോസ് തന്നെ പുറപ്പെടുവിച്ച പൗരസ്ത്യ സഭകളെ പറ്റിയുള്ള രേഖയിലെ മറ്റൊരു പരാമർശമാണ്. അതിങ്ങനെയാണ്: എല്ലാ പൗരസ്ത്യരും സ്വന്തം നിയമാനുസൃതമായ ആരാധനാക്രമ രീതികളും ശിക്ഷണക്രമവും പാലിക്കാൻ കഴിയുമെന്നും അതിന് കടപ്പെട്ടിരിക്കുന്നുവെന്നും നൈസർഗികവും ജീവാത്മകവുമായ പുരോഗതിക്ക് വേണ്ടിയല്ലാതെ ഒരു വ്യത്യാസവും അവയിൽ വരുത്താൻ പാടില്ലെന്നും അറിയുകയും സുനിശ്ചിതമായി ബോധ്യപ്പെടുകയും ചെയ്യട്ടെ. അതുകൊണ്ട് ഇവയെല്ലാം പരമാവധി വിശ്വസ്തയോടെ പൗരസ്ത്യരാൽ തന്നെ പരിപാലിക്കപ്പെടണം. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് അനുദിനം കൂടുതൽ അറിവ് നേടുകയും പൂർണ്ണമായി ആചരിക്കുകയും വേണം. കാലങ്ങളുടെയും വ്യക്തികളുടെയും സാഹചര്യങ്ങളാൽ അനുചിതമായ വ്യതിചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പൂർവിക പാരമ്പര്യങ്ങളിലേക്ക് തിരികെ പോകാൻ അവർ തീവ്രയത്നം നടത്തണം. സീറോ മലബാർ സഭയുടെ ഈ പൂർവിക പാരമ്പര്യം എന്താണ് എന്ന് രേഖകളുടെ ബലത്തിൽ ഇതുവരെ കൃത്യമായി ആർക്കും ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ അനുചിതമായി വ്യതിചലിച്ചത് എവിടെയെല്ലാമാണ് എന്നും നിശ്ചയമില്ല. അവയെപ്പറ്റിയൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. കൂടാതെ തിരികെ പോവുക എന്നത് പ്രായോഗികമാണോ ഉപകാരപ്രദമാണോ എന്നിങ്ങനെയുള്ള കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇതുവരെയും സിനഡ് പ്രസിദ്ധീകരിച്ച ആരാധനാക്രമങ്ങളിൽ ഓരോ രൂപതയിലും നിലവിലിരിക്കുന്ന ആരാധനാക്രമ അനുഷ്ഠാന രീതികൾ എല്ലാം തന്നെ ഇനിയും തുടരാനുള്ള സാധ്യത നൽകിയിരിക്കുന്നത്. പാരമ്പര്യവും നിലവിലുള്ള നിയമവും അനുസരിച്ച് ആരാധനാക്രമ വിഷയങ്ങളെ സംബന്ധിച്ച് പൗരസ്ത്യ സഭകളിൽ അന്തിമ വാക്ക് പറയേണ്ടത് പാത്രിയാർക്കീസും അഥവാ മേജർ ആർച്ച് ബിഷപ്പും മെത്രാൻ സെനഡുമാണ്. ആരാധനാക്രമങ്ങളുടെ അംഗീകാരം മാത്രമാണ് മാർപ്പാപ്പ നൽകുന്നത്. നിർഭാഗ്യവശാൽ പൗരസ്ത്യ സുറിയാനി സഭയുമായുള്ള ബന്ധം വിച്ഛേദിച്ച ശേഷം സീറോ മലബാർ സഭയ്ക്ക് 1992 വരെ അങ്ങനെ ഒരു ഭരണ സംവിധാനം നൽകപ്പെട്ടിരുന്നില്ല. അത്തരമൊരു സംവിധാനത്തിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന ഇടപെടലുകൾ മാർപ്പാപ്പയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടാണ് ലഭിച്ചിരുന്നത്. ആരാധനാക്രമം സംബന്ധമായ വിഷയങ്ങളിലും ഇടയ്ക്കിടെ മാർപ്പാപ്പയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. പാത്രിയാർക്കീസും അഥവാ മേജർ ആർച്ച് ബിഷപ്പും സിനഡും ഉൾപ്പെട്ട കാനോനിക സംവിധാനമാണ് പൗരസ്ത്യ സഭകളിൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നും അതിനാൽ അത്തരം ഒരു സംവിധാനം സീറോ മലബാർ സഭയ്ക്ക് കൊടുത്ത് പ്രശ്നപരിഹാരം ഇവിടെ തന്നെ കണ്ടെത്തുകയാണ് ശരിയായ രീതി എന്നുമുള്ള വസ്തുത മാർപ്പാപ്പയുടെ ഓഫീസിലും അംഗീകരിക്കപ്പെടാതെ പോയി എന്നതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഇടപെടലുകളും ഉദ്ദേശിച്ച ഫലം ചെയ്തില്ല എന്ന് മാത്രമല്ല, അവ പലപ്പോഴും പക്ഷപാതപരമായിട്ടുള്ളതാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്തു. ഏതൊരു സംവിധാനവും പ്രവർത്തിക്കേണ്ട വിധത്തിൽ പ്രവർത്തിക്കാതെ വരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളായിരുന്നു അവ. പൗരസ്ത്യ സഭകൾക്ക് ആവശ്യമുണ്ടായിരിക്കേണ്ട ഭരണ സംവിധാനം ഇല്ലാതിരുന്നതുകൊണ്ട് തർക്കങ്ങൾ നീണ്ടു പോവുകയും ഓരോ രൂപതയും
അവരവർക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള ക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഓരോ രൂപതക്കാരും അവരവരുടെ നിലപാടുകൾ നീതീകരിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ ഓഫീസിലേക്ക് എഴുതുകയും ചെയ്തിരുന്നു. ഏതു കാര്യവും ദീർഘനാൾ പ്രയോഗത്തിലായി കഴിയുമ്പോൾ പിന്നീട് മാറ്റാൻ ബുദ്ധിമുട്ട് വരുമല്ലോ. അതാണ് സീറോ മലബാർ സഭയിലും വന്നു ഭവിച്ചത്. അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ വിശുദ്ധ കുർബാന ആരംഭിക്കുന്ന രീതി, കാർമ്മികൻ മദ്ബഹയ്ക്കോ ജനത്തിനോ അഭിമുഖമായി നിൽക്കുന്ന രീതി, മദ്ബഹയിൽ വിരി ഉപയോഗിക്കുന്ന പതിവ്, സ്വർഗസ്ഥനായ പിതാവേ, സർവാധിപനാം തുടങ്ങിയ പ്രാർത്ഥനകൾ ആവർത്തിക്കുന്ന രീതി, മാർത്തോമ കുരിശിൻ്റെ ഉപയോഗം തുടങ്ങിയവയെല്ലാം ഓരോ രൂപതയിലും വ്യത്യസ്തമായി തുടർന്നു. കാർമ്മികൻ ജനത്തിന് അഭിമുഖമായി നിൽക്കുന്ന രീതി രണ്ടാം വത്തിക്കാൻ സുനഹദോസിന് മുൻപ് പൗരസ്ത്യ സഭകളിലോ പാശ്ചാത്യ സഭയിലോ ഉണ്ടായിരുന്നില്ല. പാശ്ചാത്യ സഭയിൽ ഉത്ഭവിച്ച ഈ രീതി സാവധാനം സീറോ മലബാർ സഭയിലും സ്വീകരിക്കപ്പെടുകയായിരുന്നു. വിശുദ്ധ കുർബാന സ്വർഗീയ വിരുന്നാണ് എന്ന കാഴ്ചപ്പാടിന് കൂടുതൽ സ്വീകാര്യത കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ വിശുദ്ധ കുർബാന ആരംഭിക്കുന്ന രീതി, വിരിയിടാത്ത പതിവ് തുടങ്ങിയവ സീറോ മലബാർ ക്രമത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും സൂനഹദോസിനെ തുടർന്ന് അവ പതിവായി തീർന്ന രൂപതകളിൽ അജപാലന കാരണങ്ങൾ കൊണ്ട് തന്നെ അപ്രകാരം തുടരാമെന്നും അത് തീരുമാനിക്കേണ്ടത് രൂപതാ മെത്രാനാണെന്നും ആ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് പൂർണ്ണമായും സാധുവാണെന്നും ഇപ്പോഴുള്ള കുർബാനക്രമം അംഗീകരിച്ചുകൊണ്ട് മാർപ്പാപ്പായുടെ ഓഫീസിൽ നിന്ന് വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം സീറോ മലബാർ സഭയുടെ സിനഡും അംഗീകരിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികളുടെ നന്മയാണ് എല്ലാ ആരാധനാക്രമ നിയമനിർമ്മാണങ്ങളെയും നയിക്കേണ്ടത് എന്നും ഓരോ സ്ഥലത്തുമുള്ള അജപാലനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നവീകരിച്ച ക്രമത്തിൽ പ്രാദേശിക പതിവുകളെ അംഗീകരിക്കാനും അനുവദനീയമായ നിയമപരിധിക്കുള്ളിൽ ഓരോ രൂപതാമെത്രാനും അവകാശവും കടമയുമുണ്ട് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആരാധനാക്രമത്തിൽ ഔദ്യോഗികമായി തീരുമാനം പറയാൻ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഓരോ രൂപതയിലും വൈദികരുടെയും സമർപ്പിതരുടെയും അൽമായരുടെയും പരിശീലന കേന്ദ്രങ്ങളിലും സഭയുടെ ഔദ്യോഗിക പ്രബോധനം എന്ന നിലയിൽ പഠിപ്പിക്കപ്പെട്ടു. അവയ്ക്കെല്ലാം ദൈവശാസ്ത്രപരങ്ങളായ വിശദീകരണങ്ങളും അർത്ഥങ്ങളും നൽകപ്പെടുകയും ചെയ്തു. അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് പരിശീലനം ലഭിച്ച് പുറത്തിറങ്ങിയവർക്ക് അവർ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് ശരിയാണ് എന്ന് സമ്മതിക്കാൻ പ്രയാസമായിരുന്നു. അവർ ശുശ്രൂഷ ചെയ്ത സ്ഥലങ്ങളിലെല്ലാം അവരവർക്ക് കിട്ടിയ പരിശീലനമനുസരിച്ച് വിശ്വാസികളെയും പരിശീലിപ്പിച്ചു. അങ്ങനെ ആരാധനാക്രമ വിഷയങ്ങളിൽ പരസ്പര വിരുദ്ധങ്ങളായ ചേരികൾ തന്നെ സീറോ മലബാർ സഭയിൽ ഉടലെടുക്കുകയും സാവധാനത്തിൽ അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. സീറോ മലബാർ സഭയിലെ വിവിധ രൂപതകളിൽ നിന്ന് ഇപ്പോൾ ഉയരുന്ന ആവശ്യങ്ങൾക്ക് പല മാനങ്ങളുണ്ട്. പൂർണ്ണമായും പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോവുക, തികച്ചും പുതിയതും കാലഘട്ടത്തിനനുസൃതവുമായി ആരാധനക്രമത്തെ നവീകരിക്കുക, ഇപ്പോൾ നിലവിലിരിക്കുന്ന രീതികൾ അതാത് രീതിയിൽ തന്നെ രൂപതകൾ തുടരുക, 1999 എല്ലാ രൂപതകൾക്കും ഒരു പൊതുക്രമം നിർദ്ദേശിച്ചുകൊണ്ട് സിനഡ് നൽകിയ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് എല്ലാ രൂപതകളും സിനഡ് ക്രമം പിന്തുടരുക. ചുരുക്കത്തിൽ വൈദികർക്കും വൈദികർ നേതൃത്വം നൽകുന്ന വിശ്വാസി സമൂഹങ്ങൾക്കും ഇന്ന് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തെ സംബന്ധിച്ച് ഇപ്രകാരം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണുള്ളത്. ആരും അവരവരുടെ അഭിപ്രായങ്ങളിലും ആശയങ്ങളിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുമല്ല എന്നതാണ് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നത്. നിരവധിയായ പ്രശ്നങ്ങളിലൂടെ സീറോ മലബാർ സഭ കടന്നു പോകുമ്പോൾ ദശകങ്ങളായി പ്രശ്നകലുഷിതമായിരിക്കുന്ന ആരാധനാക്രമ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് അനുചിതമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇവിടെ നാം ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, സീറോ മലബാർ സഭയുടെ പ്രതിസന്ധിയുടെ കാലത്ത് ഒരു മനസ്സോടെയും ഒരു ചിന്തയോടെയും
ആ പ്രതിസന്ധികളെ നേരിടാൻ സഭയ്ക്ക് കഴിഞ്ഞോ എന്നതാണ്. ഇല്ല എന്ന ദുഃഖിപ്പിക്കുന്ന ഉത്തരമാണ് നമുക്ക് ലഭിക്കുക. സിറോ മലബാർ സഭയിൽ ഓരോ രൂപതയും ഓരോ ചെറിയ സഭ പോലെ, ഒറ്റപ്പെട്ട തുരുത്തുകൾ പോലെ നിലകൊള്ളുന്നതും, ഒരു രൂപതയുടെ പ്രശ്നം മറ്റൊരു രൂപതയുടെ പ്രതിസന്ധി ആകാത്ത വിധം അകലങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതും പലയിടങ്ങളിലും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യമാണ്. എന്തുകൊണ്ടാണ് സഭയിലെ ഈ അനൈക്യം എന്നും എന്തുകൊണ്ട് പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി അതിജീവിക്കാൻ സിറോ മലബാർ സഭയ്ക്ക് സാധിക്കുന്നില്ല എന്നും ചിന്തിക്കുമ്പോൾ അത് ആരാധനക്രമത്തിൽ നിലനിൽക്കുന്ന അനൈക്യം മൂലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. സിറോ മലബാർ സഭയുടെ പ്രതിസന്ധികൾക്ക് കാരണം ആരാധനക്രമമല്ല എന്ന് തെളിയിക്കാൻ സാധിച്ചാലും ആ പ്രതിസന്ധികളെ നേരിടാൻ സഭാമക്കളെ ഒരുമിപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ആരാധനക്രമം തന്നെയാണ് എന്നും മനസ്സിലാകും. രണ്ടാമതൊരു കാരണം, സിറോ മലബാർ സഭയ്ക്ക് ആഗോള വ്യാപകമായി ഇന്ന് രൂപതകളുണ്ട് എന്നതും അവിടങ്ങളിൽ വിശ്വാസി സമൂഹം ഇടകലർന്ന് ജീവിക്കുന്നു എന്നതുമാണ്. ലോകം ചെറിയൊരു കിളിക്കൂട് പോലെ ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതര സഭകളിൽ നിന്ന് സിറോ മലബാർ സഭയുടെ തനിമയെ വിളിച്ചോതേണ്ട ആരാധനക്രമം ഓരോ പള്ളിയിലും ഓരോന്നായിരിക്കുന്നതിലെ അനൗചിത്യം ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. കേരളത്തിൻ്റെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് വിദേശങ്ങളിലെത്തുന്നവർ പരമോന്നതമായ ദൈവാരാധനയുടെ പേരിൽ തമ്മിൽ തല്ലുന്നത് എത്ര മോശമാണ്. മാത്രവുമല്ല, ഓരോ വ്യക്തിസഭയെയും പൊതുസമൂഹത്തിന് മുൻപിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ആ സഭയെ സംബന്ധിച്ച ഏറ്റവും വലിയ കൂട്ടായ്മകൾ നടക്കുന്ന ആരാധനക്രമത്തിൻ്റെ ആഘോഷത്തിലാണ്. സിറോ മലബാർ സഭയുടെ തനിമയും സ്വത്വവും നിർമ്മിക്കപ്പെടേണ്ട ആരാധനയിലെ ഐക്യരൂപ്യം, അതിനാൽ കാലം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്ന അനിവാര്യമായ വിട്ടുകൊടുക്കലും വീണ്ടെടുക്കലുമാണ്. ആരാധനാക്രമത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ആശയങ്ങളെ സാധൂകരിക്കാനായി കഴിയുന്നത്ര വാദഗതികൾ പലയിടങ്ങളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയാണ് പലരും ചെയ്യുന്നത്. ചേരിതിരിഞ്ഞ് പടകൂടാൻ വൈദികർ തന്നെ രംഗത്തിറങ്ങുന്നത് സഭയുടെ ശോചനീയമായ അവസ്ഥയെയാണ് സൂചിപ്പിക്കുക. സ്വീകരിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ കുലീനതയും തിരുപ്പട്ട സമയത്ത് പരിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി മേൽപ്പട്ടക്കാർക്ക് വാഗ്ദാനം ചെയ്ത വിധേയത്വവും അനുസരണവും ചിലരെങ്കിലുമൊക്കെ അവസരോചിതമായി മറന്നു കളയാറുമുണ്ട്. സിറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തെക്കുറിച്ചും പാരമ്പര്യങ്ങളെക്കുറിച്ചും അവധാനതയോടെ പഠിക്കുകയും അവസരോചിതമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ കഴമ്പുണ്ട്. എന്നാൽ തൻ്റെ ആശയങ്ങൾ ഐക്യത്തെക്കാളേറെ അനൈക്യത്തിന് സഭയിൽ കാരണമാകുന്നുവെന്ന് തിരിച്ചറിയുമ്പോഴെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവാൻ മിശിഹായുടെ പുരോഹിതർ ശ്രമിക്കേണ്ടതുണ്ട്. പ്രാദേശിക ചിന്തകൾ മറന്ന് ഐക്യത്തിന് നിദാനമാകുന്ന പ്രായോഗികമായ തീരുമാനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാനാണ് സഭയെ സ്നേഹിക്കുന്നവർ ശ്രമിക്കേണ്ടത്. മറ്റു വഴികളൊന്നും തന്നെ സിറോ മലബാർ സഭയ്ക്ക് മുന്നിൽ അവശേഷിക്കുന്നില്ല എന്നതും ഓർമ്മിക്കാം. ചുരുക്കത്തിൽ, വൈദികരും വിശ്വാസികളും ചേരിതിരിഞ്ഞ് ബഹളം വയ്ക്കുന്നതുകൊണ്ട് സിറോ മലബാർ സഭയുടെ കുർബാനക്രമത്തിൽ മാറ്റം വരുവാനോ സഭയിൽ ഐക്യമുണ്ടാകുവാനോ പോകുന്നില്ല. ആയതിനാൽ തിരുസഭയുടെ പാരമ്പര്യവും പൗരസ്ത്യ സഭകളുടെ കാനൻ നിയമവും പ്രകാരം ആരാധനാക്രമ കാര്യങ്ങളിൽ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ വിലയിരുത്തലിന് ശേഷം തീരുമാനങ്ങൾ എടുക്കാൻ സിനഡിൻ്റെ അനുവാദത്തോടുകൂടെ മേജർ ആർച്ച് ബിഷപ്പിന് സാധിക്കട്ടെ എന്ന് സഭാംഗങ്ങൾക്കെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു തീരുമാനമുണ്ടായാൽ ആ തീരുമാനത്തെ വെല്ലുവിളിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് മിടുക്കല്ല, കേവലമായ ഔദ്ധത്യം മാത്രമാണ് എന്നും തിരിച്ചറിയാം. എന്തായാലും ഈ സിനഡ് ഇത്തരമൊരു ചർച്ചയിലേക്ക് പ്രവേശിക്കും എന്ന് കരുതാൻ നമുക്ക് കഴിയില്ല. എങ്കിലും എത്രയും വേഗം സിറോ മലബാർ സഭയുടെ തനിമയെ നിലനിർത്തുന്ന ഏകീകൃതമായ ഒരാരാധനാക്രമവും അതുവഴിയായി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനസ്സുള്ള ആരാധന സമൂഹവും രൂപപ്പെടുവാൻ ഉതകുമാറ് ശക്തമായ ഒരു തീരുമാനത്തിന്
സീറോ മലബാർ സഭയുടെ പരിശുദ്ധ സിനഡിനെ ദൈവം ശക്തിപ്പെടുത്തും എന്ന് നമുക്ക് വിശ്വസിക്കാം. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതൂ. നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി നിങ്ങൾക്കൊപ്പം.